റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മാണി ഗ്രൂപ്പിന്റെ നേതാവായി എന്നാണ് സത്യത്തിലുണ്ടായ സംഭവം. കേരള കോൺഗ്രസിൽ ഇനിയിപ്പോൾ ഏതാണ്ട് എല്ലാ ഇംഗ്ലീഷ് അക്ഷരവും തീർന്നതുകൊണ്ട് മലയാള അക്ഷരം ഇടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി എം, കേരള കോൺഗ്രസ് ജെ, കേരള കോൺഗ്രസ് എം, ജേക്കബ്, അങ്ങനെ തുടങ്ങി കുറേ ഉണ്ടല്ലോ, ബി, കെ ഒക്കെ ഉണ്ടല്ലോ. ഇംഗ്ലീഷ് അക്ഷരം 26 ഉള്ളൂ. അത് വലിയ കുഴപ്പമാണ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഡബിൾ അക്ഷരം ഇടാം, കെ എം എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കേരള കോൺഗ്രസ് മാണി അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. സ്വാഭാവികമായും കേരളത്തിലെ സഭകളുടെ ഒരു എന്താ പറയുക കളിത്തൊട്ടിൽ വളർന്നിട്ടുള്ള ആളുകളാണ് മാണി ഇവരൊക്കെ. കേരള കോൺഗ്രസ് മധ്യ തിരുവിതാംകൂറിലെ കാത്തോലിക് അതുപോലെയുള്ള പ്രധാന വിഭാഗങ്ങളിലെ പുരോഹിതന്മാരും അവിടുത്തെ പ്രജകളുമാണ് അവരുടെ വോട്ട് ബേസ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉറപ്പായും ആ സഭകളിൽ വലിയ തോതിൽ UDF അനുകൂലമായ, അവർ പൊതുവെ പരമ്പരാഗതമായി UDF വോട്ടാണ്, UDF അനുകൂലമായ ഒരു മാറ്റം അല്ലാതെ തന്നെ ഉണ്ടായിട്ടുണ്ട്, മുമ്പില്ലാത്തൊരു വിധത്തിൽ. അതിന് പല കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ മാണി കേരള കോൺഗ്രസ് UDF വരും എന്ന വാർത്ത വളരെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരാതിരിക്കുന്നതിന് തടസ്സമായി നിന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആ സ്ക്രൂ മുറുക്കാൻ ഉപയോഗിച്ച സ്പാനറാണ് യഥാർത്ഥത്തിൽ റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിന് ഒരു കാര്യം അറിയാം, UDF വരുന്നു. ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ജയിക്കുന്നു എന്ന് തന്നെ വയ്ക്കുക. ആരാവും മന്ത്രി? ജോസ് കെ മാണിയാവും. റോഷി അഗസ്റ്റിന് മന്ത്രിയാവാൻ പറ്റില്ലല്ലോ. കേരള കോൺഗ്രസ് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. KM ജോർജ്, KM മാണി, R ബാലകൃഷ്ണപിള്ള, PJ ജോസഫ്, TM ജേക്കബ്, അങ്ങനെ എന്തിനാ സ്കറിയ തോമസ്, അങ്ങനെ കുറേ ആളുകൾ കേരള കോൺഗ്രസ് ഇങ്ങനെ മുറിച്ച് കൊണ്ടുപോയിട്ടില്ല. അതൊക്കെ കാരണം അയാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകൾക്ക് മന്ത്രിസ്ഥാനം കിട്ടണം. ഇപ്പോൾ KM മാണിയുടെ മകനായി വന്ന ജോസ് കെ മാണിക്ക് സ്വാഭാവികമായും മാണി കേരള കോൺഗ്രസിന്റെ അതിൻ്റെ പാരമ്പര്യ സ്വത്തവകാശം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കിട്ടുമോ? കിട്ടരുത്. അതിനുവേണ്ടി ചെയ്ത ഒരു കളിയാണ്. ഏറ്റവും ഒടുവിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു കാര്യം ഈ കോൺഗ്രസിന്റെ അടിപിടിയൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ അതിനേക്കാൾ ചർച്ചയാവേണ്ട വിഷയം ഇതാ. കോൺഗ്രസിൽ ഒരു സ്റ്റേജിൽ ഒരു അടിപിടി ഉണ്ടായില്ല, ഇതല്ല, പലവട്ടം ആവർത്തിക്കുക. പാലയിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ആര്? റോഷി അഗസ്റ്റിൻ. അപ്പോൾ ജോസ് കെ മാണി പറയുന്നു അത് അദ്ദേഹത്തിന് ചെറുപ്പം കൊണ്ട് പ്രഖ്യാപിച്ച, ചോരത്തിളപ്പം കൊണ്ട് പ്രഖ്യാപിച്ചതാ. അപ്പം അദ്ദേഹം പറയുന്നു അല്ലല്ല, ചോരത്തിളപ്പൊണ്ടൊന്നല്ല, ജോസ് കെ മാണി അവിടെ മത്സരിക്കണം. പാലയിൽ മത്സരിച്ചാൽ മാണി സി കാപ്പനോട് 8 നിലയിൽ പൊട്ടുമെന്ന് സാമാന്യ തലയ്ക്ക് വെളിവുള്ളവർക്കൊക്കെ അറിയാം. അപ്പൊ വാസവൻ ഇന്നലെ പറഞ്ഞു അവിടെ ഒന്നും ജയിക്കൂട്ടോ. ഇപ്പൊ മനസ്സിലായി ആരാണ് റോഷന് പിന്തുണന്ന്. പാലയിൽ ജോസ് കെ മാണി നിൽക്കുക, തോൽക്കുക, ജോസ് കെ മാണിയുടെ രാഷ്ട്രീയം അവസാനിക്കുക, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ അധിപനായി റോഷി അഗസ്റ്റിൻ തുടരുക. കാരണം അധികാരമുള്ള സ്ഥലത്തെ ആള് വരുള്ളൂ. അപ്പൊ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് കേരള കോൺഗ്രസിനെ പിടിച്ചു നിർത്തുകയായിരുന്നു CPM LDF. പക്ഷേ ഇത് എത്ര കാലം പറ്റും? ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അടിപടലം തകർന്നാൽ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. കേരള കോൺഗ്രസിന്റെ മേഖലകളിൽ മുഴുവൻ UDF വലിയ വിജയം വന്നു. പാലാ നഗരസഭ KM മാണിയുടെ സ്വപ്നഭൂമി, വാഗ്ദത്ത ഭൂമി, അവിടെ പോലും തോറ്റുപോയില്ലേ? അവിടെ പോലും ഇപ്പോൾ പാലാ ആദ്യമായിട്ടാണ് CPM കോൺഗ്രസും എതിർത്താലും പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് മാണി ജയിക്കുന്ന സ്ഥലമാണ്. ജയിച്ചിട്ടുണ്ട് അവിടെ, രണ്ടുപേരെയും തോൽപ്പിച്ചു. പക്ഷേ ഇപ്പോൾ ഇല്ല, LDF ആയി നിന്നിട്ടും പാലാ നഗരസഭ പോയി. അപ്പൊ പാലാ മണ്ഡലത്തിൽ ഇപ്പൊ മാണി സി കാപ്പനെ തോൽപ്പിച്ച് കയറാമെന്നൊന്നും വേണ്ട. മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പുറത്ത് വന്നാൽ ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ സേഫായ ഒരു സീറ്റ് കിട്ടുകയും ആ സേഫായ സീറ്റിൽ നിന്ന് UDF അധികാരം കിട്ടിയാൽ ഒരു മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്യുമായിരുന്നു. അവിടെ രണ്ടുപേരും ജയിച്ചാൽ ജോസ് കെ മാണിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം UDF പോകരുത് എന്നതൊന്ന്, 2 ജോസ് കെ മാണി ജയിക്കരുത് എന്ന് രണ്ടാമത്തേത്. ഈ 2 ഇക്വേഷൻ കൂടി ചേർത്തിട്ടാണ് ഈ അവസരമാണ് CPM ഉപയോഗിച്ചത്. ജോസ് കെ മാണി ഇപ്പോഴും ജാഥ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി ഏത് വികസന മുന്നേറ്റ ജാഥ. ഞാൻ കണക്കാക്കുന്നത് ജാഥ കഴിയുമ്പോൾ ജാഥ ക്യാപ്റ്റനെ കാണാണ്ടാവുന്നു. ജാഥ കഴിയുമ്പോൾ ജാഥ ക്യാപ്റ്റൻ അവിടെ പോയി അന്വേഷിച്ചെടുക്കേണ്ടി വരും. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് ഇനിയിപ്പോൾ LDF നിൽക്കുന്നത്. അയാൾക്ക് ഒന്നും കിട്ടാനില്ല.
അയാൾക്ക് നിന്ന് ജയിക്കാൻ പറ്റിയ സീറ്റും ഉണ്ടാവില്ല, കിട്ടൂല. CPM കൊടുക്കുമോ? കല്യാശ്ശേരി കൊടുക്കുമോ? CPM അയാൾക്ക് കൊടുക്കില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ അയാൾ അവിടെ നിന്നാലും തോൽക്കും. അതുകൊണ്ട് കൃത്യമായും കേരള കോൺഗ്രസ് മാണിയുടെ ഒന്നുമില്ല, മാണി പിളരുക, റോ കോൺഗ്രസ് ഉണ്ടാവുക, കോൺഗ്രസ് വേറെ ഉണ്ടാവുക, ഇതൊക്കെയാണോന്ന് ഞാൻ അറിയില്ല. ഏതായാലും കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഒരു അധ്യായം തീരുന്നു, അല്ലെങ്കിൽ വേറെ പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നു എന്നേ അറിയാം.